നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഈ ഏതൊക്കെ ഡെപ്യൂട്ടി കളക്ടർമാർക്കാണ് ഇതിൻ്റെ ചുമതല എന്ന് കാണിച്ചുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവിറക്കണം. അങ്ങനെ ഒരു ഉത്തരവിറക്കിയാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ഇപ്പോൾ കിടക്കുന്ന ആപ്ലിക്കേഷൻസ് പരിഗണിക്കാനായിട്ടുള്ള അധികാരം ഈ പറഞ്ഞ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ലഭിക്കുകയുള്ളൂ. അത്തരത്തിൽ സർക്കാർ ഇപ്പോൾ ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഏതെല്ലാം ഡെപ്യൂട്ടി കളക്ടർമാർക്കാണ് ഇതിൻ്റെ ചുമതല എന്ന് കൃത്യമായി കാണിച്ചുകൊണ്ടിട്ടുള്ള ഒരു സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ചുമതല കൊടുത്തിരിക്കുന്നത്. ഓരോ താലൂക്കിൽ നിന്നുമുള്ള നിലവിലിരിക്കുന്നതും അതേപോലെ തന്നെ ഇനി കൊടുക്കാനുള്ളതുമായിട്ടുള്ള എല്ലാ അപേക്ഷകളും ആ താലൂക്കിൻ്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇതോടൊപ്പം തന്നെ നിലവിൽ ഇരിക്കുന്ന RDO മാർക്കും അധികാരം കൊടുത്തിട്ടുണ്ട്. അത് ഒരു താലൂക്കിൻ്റെ മാത്രമായി ചുരുക്കി എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ഉത്തരവിൻ്റെ പ്രത്യേകത. ഞാൻ ആ ഗവൺമെൻറ് ഉത്തരവ് ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ താലൂക്കിലെ അപേക്ഷ പരിഗണിക്കുന്നത് ഏത് ഡെപ്യൂട്ടി കളക്ടറാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ ജില്ലയിലെയും അടിസ്ഥാനപ്പെടുത്തി ഞാനത് പറയാം.